പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മളിന്ന് ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ 20ാമത്തെ ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ, അതായത് 19ാം ഭാഗത്തിൽ, നമ്മൾ തുടർച്ചയായിട്ട് 3 ഭാഗം ടെലിസ്കോപ്പുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരുന്നു. അതിന് കാരണം ടെലിസ്കോപ്പുകളുടെ ആധുനിക കാലത്തെ ചരിത്രം വരെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ബഹിരാകാശ ടെലിസ്കോപ്പുകൾ വരെ. അതിനെന്താ കാരണം എന്ന് പറഞ്ഞാൽ 1609 ആദ്യത്തെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തിയത്. അതൊക്കെ നിങ്ങളെ ഇപ്പം മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ടെലിസ്കോപ്പുകളുടെ പ്രോഗ്രസ്, അതല്ലെങ്കിൽ അവയുടെ തുടർച്ചയായ പരിണാമം എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് കാണിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അപവർത്തന ടെലിസ്കോപ്പിൽ നിന്ന് പ്രതിഫലന ടെലിസ്കോപ്പ്, പിന്നെ മറ്റ് പലതരം ടെലിസ്കോപ്പുകൾ ക്രമേണ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന പ്രകാശം മുഴുവനായി നമുക്ക് ലഭ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ അങ്ങ് ബഹിരാകാശത്തേക്ക് ടെലിസ്കോപ്പുകൾ വെച്ചാൽ എന്താണ് എന്ന ആലോചന ശാസ്ത്രകാരന്മാർക്ക് ഉണ്ടായി. അങ്ങനെയാണ് 20ാം നൂറ്റാണ്ടോടുകൂടെ ബഹിരാകാശത്തേക്ക് ടെലിസ്കോപ്പുകൾ അയക്കപ്പെട്ടത്. ഇന്നിപ്പോൾ ഞാൻ വീണ്ടും ചരിത്രം ആവർത്തിക്കുന്നില്ല. ഏതാണ്ട് ഏറ്റവും അവസാനമായി ബഹിരാകാശത്തേക്ക് അയച്ച 15 ലക്ഷം കിലോമീറ്ററിലേക്ക് അയച്ച നമ്മുടെ JWST ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ പറ്റി പോലും നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 3 ഭാഗങ്ങളിലായി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ അല്പം പിന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പറയുന്നത് ജ്യോതിശാസ്ത്രത്തിന്റെ ചരിത്രത്തെ പറ്റിയാണല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചരിത്രം അവിടെ നിർത്തിയിരുന്നത് ഗലീലിയോയുടെ ടെലിസ്കോപ്പോട് കൂടിയായിരുന്നു. അതിനുശേഷം, അതായത് 16ാം നൂറ്റാണ്ട്, 15, 17ാം നൂറ്റാണ്ടുകൾ മുതൽ ഉള്ള ബാക്കി ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. നമ്മൾ ടെലിസ്കോപ്പ് കൊണ്ട് ഏറെ മുമ്പോട്ട് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ ഇന്നത്തെ ഈ ഭാഗത്ത്, 20ാം ഭാഗത്തിൽ വീണ്ടും നമ്മൾ പിന്നോട്ട് നടക്കുകയാണ്. പിന്നോട്ട് നടന്നിട്ട് ആ 16, 17 നൂറ്റാണ്ടുകളിൽ നമ്മൾ വിട്ടുപോയ ചില പ്രധാനപ്പെട്ട ശാസ്ത്ര പ്രതിഭകളെ ഈ ഭാഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് ധാരാളം ആളുകൾ വരാനുണ്ട്. ധാരാളം പ്രവർത്തനങ്ങൾ ജ്യോതിശാസ്ത്രത്തിൽ നടന്നിട്ടുണ്ട്. ഓരോ കൊല്ലം കഴിയുമ്പോഴും വളരെ വിപ്ലവകൽപകരമായ പ്രവർത്തനങ്ങൾ ജ്യോതിശാസ്ത്രത്തിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെല്ലാം കാരണക്കാരനായ ടെലിസ്കോപ്പിനെ പറ്റിയായിരുന്നു നിങ്ങളുടെ മുമ്പിൽ 3 ഭാഗങ്ങളായി അവതരിപ്പിച്ചത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെ പറ്റി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിപ്പിച്ച ആളുകളെ പോലും അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ പ്രാവശ്യം അല്പം പിന്നോട്ട് ചലിച്ച് 16ാം നൂറ്റാണ്ടിലേക്ക് വീണ്ടും പോവുകയാണ്. അടുത്ത ഭാഗങ്ങളിൽ അതിനുശേഷമുണ്ടായ, ഈ 20ാം ഭാഗത്തിന് ശേഷമുണ്ടായ ആളുകളെയും സംഭവങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് കാത്തിരിക്കുക. ഇത് 20ാം ഭാഗമാണ്. നിങ്ങൾ ഈ 20 ഭാഗത്ത് കൊണ്ട് നമ്മൾ ഈ പരിപാടിക്ക് തന്ന അകമഴിഞ്ഞ സഹായങ്ങൾ വളരെ നന്ദിയുണ്ട്. പൂർണ്ണമായും എപ്പിസോഡ് കാണണം.
മാത്രമല്ല സുഹൃത്തുക്കൾക്കും കൂടെ ചുറ്റുപാടുമുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കണം എന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ബിയോണ്ട് ദ ഹൊറിസോൺ, ചക്രവാളത്തിനപ്പുറം, ഭാഗം 20. ഈ 20-ാം ഭാഗത്ത് ജോഹാൻ ബെയർ, റിക്കിയോളി തുടങ്ങിയവരെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നക്ഷത്രങ്ങളെ തിരിച്ചറിയുന്നതിന് 1603 അവയുടെ പ്രത്യക്ഷ കാന്തിമാനം മനസ്സിലാക്കിയിരുന്നു. ഗ്രീക്ക് റോമൻ അക്ഷരങ്ങളെ ഉപയോഗിക്കുന്ന രീതി ആദ്യമായി വികസിപ്പിച്ചത് ജർമ്മൻ വാനനിരീക്ഷകൻ ജോഹാൻ ബെയർ ആയിരുന്നു. അതിൽ ടോളമിയുടെ അൽമജസ്റ്റിലെ 48 ഗണങ്ങളെയും 49 മുതൽ 12 ഗണങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് അടക്കം ആകെ 1200ഓളം നക്ഷത്രങ്ങളും അടങ്ങിയതാണ് യുറാനോമെട്രിയ എന്ന ആദ്യത്തെ നക്ഷത്ര പട്ടിക. പിന്നീട് ബെഞ്ചമിൻ അപ്തോർപ്പ് ഗൗൾഡ്, നിക്കോളാസ് ഡി ലെക്കൈൽ തുടങ്ങിയവർ ദക്ഷിണ ഖഗോള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്തു. അതുവരെ യൂറോപ്യന്മാർക്ക് ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്രങ്ങളെപ്പറ്റി വലിയ ധാരണയുണ്ടായിരുന്നില്ല. ഏതാണ്ട് 14,000 വർഷങ്ങൾക്ക് മുമ്പെയുള്ള ബാബിലോണിയൻ ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞർക്ക് മാത്രമേ ഈ പറയുന്ന ദക്ഷിണ ഖഗോള നക്ഷത്രങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അക്കാലത്ത് വ്യാപകമായ നിരീക്ഷണം നടന്നിരുന്നില്ലല്ലോ. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ക്രമേണ ഭൂമിയുടെ അക്ഷത്തിൻ്റെ പുരസ്സരണം കാരണം ഈ നക്ഷത്രങ്ങൾ വീണ്ടും തെക്ക് ഭാഗത്തേക്ക് പോയി. അതായത് ഉത്തര ഖഗോളത്തിലെ രാജ്യങ്ങളിലെ ആളുകൾക്ക് അവയുടെ നിരീക്ഷണം അസാധ്യമായി തീർന്നു. ഗ്രീക്ക് അക്ഷരമാലയിലെ ആൽഫ, ബീറ്റ, ഗാമ തുടങ്ങിയ അക്ഷരങ്ങളും ലാറ്റിൻ ഭാഷയിലെ ABC അക്ഷരങ്ങളും അതോടൊപ്പം പ്രത്യക്ഷകാന്തിമാനം സൂചിപ്പിക്കുന്ന, അതായത് അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ് അടയാളങ്ങളും ഗണങ്ങളുടെ പേരുകളും ഇവയൊക്കെ ചെമ്പ് തകിടുകളിൽ രേഖപ്പെടുത്തിയതോടെ ഓരോ നക്ഷത്രത്തിനും അവയുടെ അസ്തിത്വം കൈവന്നു. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള നക്ഷത്രങ്ങളുടെ വിവരങ്ങളൊന്നും അതിലില്ല. വളരെ ചുരുങ്ങിയ നക്ഷത്രങ്ങൾ, അതായത് ജോഹാൻ ബെയറുടെ ആദ്യത്തെ യുറാനോമെട്രിയ എന്ന പട്ടികയിൽ വെറും 1200 നക്ഷത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വലിപ്പം ഏതാണ്ട് നമുക്ക് മനസ്സിലാവും. ഇന്ന്, അതായത് ഈ സംഭവം 1572 ജനിച്ച ജോഹാൻ ബെയർ 16-ാം നൂറ്റാണ്ടിലാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന് ഓർക്കണം. അതിനുശേഷം 400 കൊല്ലത്തിന് മേലെ കടന്നുപോയി കാലം. ഈ 400 കൊല്ലത്തിനിടക്ക് അഭൂതപൂർവമായ വിവരങ്ങളാണ് നമ്മൾ ആകാശത്തെ നിരീക്ഷിച്ച് രേഖപ്പെടുത്തി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ വെറും വാനനിരീക്ഷകരും ശാസ്ത്രജ്ഞന്മാരും മാത്രമല്ല, ശാസ്ത്രവുമായിട്ട് ബന്ധമില്ലാത്ത ജീവിതത്തിൻ്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന അനേകായിരം പേർ ഈ ഒരു പ്രവർത്തനത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നത് അമേച്വർ ആസ്ട്രോണമേഴ്സ് എന്നാണ്. ഉദാഹരണത്തിന് തൗരു, ഇടവൻ രാശിയിലെ ഗണത്തിലെ അൽഡിബാരൻ എന്ന നക്ഷത്രം, രോഹിണി, അൽഫ തൗരു എന്ന പേരിട്ടു. അപ്പോൾ നക്ഷത്രഗണങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രകാശം കൂടിയ നക്ഷത്രങ്ങൾക്ക് ആൽഫ എന്നും പിന്നത്തേതിന് ബീറ്റ എന്നും തുടർക്രമത്തിൽ നൽകിക്കൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴും ഗ്രീക്ക് അക്ഷരമാലയിൽ 24 അക്ഷരങ്ങളേ ഉള്ളൂ എന്നോർക്കണം. ഒരു ഗണത്തിൽ
കണ്ണുകൾ കൊണ്ട് കാണാവുന്ന 50-ൽ പരം നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അക്ഷരങ്ങൾ തികയാതെ വന്നു. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് രോഹിണി എന്ന നക്ഷത്രക്കൂട്ടമാണ്. അതായത് ഇടവൻ രാശിയിലെ അല്ലെങ്കിൽ തൗരു എന്ന രാശിയിലെ രോഹിണി. അതൊരു കാളയാണല്ലോ ഇടവൻ രാശി, ഋഷഭം. ആ കാളയുടെ കണ്ണായിട്ടാണ് രോഹിണി അറിയപ്പെടുന്നത്. 50-ൽ പരം നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അക്ഷരങ്ങൾ തികയാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ബെയർ ലാറ്റിൻ ഭാഷയിലെ എ ബി സി എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ചു. ലാറ്റിൻ ഭാഷയിൽ വലിയ അക്ഷരങ്ങൾ എ മുതൽ സെഡ് വരെ 26 അക്ഷരങ്ങൾ ഉണ്ടെങ്കിലും ജെ വി എന്നീ അക്ഷരങ്ങളെ അദ്ദേഹം ഉപേക്ഷിച്ചു. സ്ഥിര നക്ഷത്രങ്ങൾക്ക് വ്യക്തത വരുത്താനായി മാത്രം വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചു. ദക്ഷിണ ഖഗോളത്തിലെ പല ഗണങ്ങളിലെയും നക്ഷത്രങ്ങൾക്ക് ഇങ്ങനെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണം ബീറ്റ സെന്റാറി അല്ലെങ്കിൽ ജി സ്കോർപ്പി എന്നിങ്ങനെ. നിക്കോളാസ് ഡി ലെക്കയിൽ തൻ്റെ കൊയലം ഓസ്ട്രേലിയ സ്റ്റെല്ലിഫോറം എന്ന കൃതിയിലും ബെഞ്ചമിൻ അപ്തോർഡ് ഗൗൾഡ് യുറാനോമെട്രിയ അർജന്റീന എന്ന കൃതിയിലും ബെയർ ഉപയോഗിച്ചതുപോലെ ഗ്രീക്ക് അക്ഷരങ്ങൾ തന്നെ ഉപയോഗിച്ചു. പല ഗണത്തിലും അക്ഷരങ്ങൾ തികയാതെ വന്നപ്പോൾ ആദ്യമൊക്കെ ഭാഷയിലെ ചെറിയ അക്ഷരങ്ങളും പിന്നെ അതും തികയാതെ വന്നപ്പോൾ വലിയ ക്യാപിറ്റൽ അക്ഷരങ്ങളും ഉപയോഗിച്ചു. അപ്തോർ ഗൗൾഡിൻ്റെ ചിത്രമാണ് ഈ വലത്തുവശത്ത് കൊടുത്തിരിക്കുന്നത്. ടോളമിയുടെ 48 ഗണങ്ങളിൽ കാണിച്ച പഴയ ഗണം, ആ ഗണത്തിൻ്റെ പേര് അർഗോനാവിസ് എന്നാണ്. പക്ഷേ ആധുനിക ഗണങ്ങൾ 88 ഗണങ്ങളിൽ അർഗോനാവിസ് ഇല്ല. അർഗോനാവിസ് എന്നാൽ പഴയ ഗ്രീക്ക് പുരാണങ്ങളിലെ ഒരു കപ്പിത്താൻ്റെ കപ്പലിനാണ് പറയുന്ന അർഗോനാവിസ്. ആ ഗണത്തെ അതൊരു വളരെ വലിയ ഗണമാണ്. ആ ഗണത്തെ 3ആയി ഭാഗിച്ച് കപ്പലിൻ്റെ കപ്പൽപ്പായ, അമരം എന്നിങ്ങനെ 3ആയി ഭാഗിക്കുകയുണ്ടായത്. വളരെ വലിയ ഗണങ്ങളായ അർഗോനാവിസ് പോലുള്ളവ പിൽക്കാലത്ത് കരീന, പപ്പീസ്, വേല എന്നിങ്ങനെ 3 ഗണങ്ങളായി തിരിച്ചപ്പോഴും അക്ഷരങ്ങളുടെ കുറവ് അനുഭവപ്പെട്ടു. നക്ഷത്രങ്ങളുടെ പ്രത്യക്ഷകാന്തമാനം തീരുമാനിക്കാൻ ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ഹിപ്പാർക്കസൻ്റെ രീതിയാണ് അവതരിപ്പിച്ചത്. അക്കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹിപ്പാർക്കസാണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷകാന്തിമാനം എന്താണെന്ന് നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് ആകാശം നിരീക്ഷിച്ച് തരംതിരിച്ച് വെച്ചത്. ആ രീതിയെപ്പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രത്തിന് 1-ാം കാന്തിമാനമെന്നും ഏറ്റവും മങ്ങിയ നക്ഷത്രത്തിന് 6-ാം കാന്തിമാനം അല്ലെങ്കിൽ 6.5 കാന്തിമാനമെന്നും നിയോഗിച്ചത് ഹിപ്പാർക്കസാണ്. ആ തരംതിരിവ് ഈ അടുത്ത കാലത്ത്, അതായത് 21-ാം നൂറ്റാണ്ടിൽ കൂടെ പല അമേച്ചർ ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിന് പിന്നീട് ശാസ്ത്രീയമായ ഒരു തീരുമാനമുണ്ടായി. കണ്ടുപിടിച്ച കാലത്ത് ഹിപ്പാർക്കസന് അതിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീടാണ് ശാസ്ത്രീയമായി അതിനെ വിശകലനം ചെയ്ത് എന്തുകൊണ്ടാണ് ഈ വിശകലനം ശരിയാകുന്നത് എന്ന് കാണിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ട് വരെ കാന്തിമാനം അളക്കാൻ ഉപകരണങ്ങളൊന്നുമില്ല, കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കാന്തിമാനം കണക്കാക്കുന്നതിൽ കൃത്യതയും കുറവായിരുന്നു. ഓരോ വാനനിരീക്ഷകനും അവരുടേതായ രീതിയിൽ കാന്തിമാനം നിർണയിച്ചപ്പോൾ അളവുകൾ വ്യത്യസ്തമായി വന്നു. നക്ഷത്ര ചാർട്ട് നോക്കിയാൽ മനസ്സിലാകും. സ്റ്റാൻഡേർഡ് ചാർട്ടുകൾ, യൂറോപ്യൻ സ്പേസ് യൂണിയൻ ഉണ്ടാക്കിയ സ്റ്റാൻഡേർഡ് ചാർട്ടുകൾ, അതല്ലെങ്കിൽ സ്കൈയൻ ടെലിസ്കോപ്പ് എന്ന മാസികയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചാർട്ടുകൾ, ഓരോ മാസത്തെയും ഓരോ ഗണത്തിൻ്റെയും എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും താഴെ ഭാഗത്ത് കാന്തിമാനത്തിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും.
ഓരോ വാനനിരീക്ഷകനും അവരുടേതായ രീതിയിൽ കാന്തിമാനം നിർണയിച്ചപ്പോൾ അളവുകൾ വ്യത്യസ്തമായി. സ്വാഭാവികം. ഒരാൾക്കും അവർ നോക്കുന്നതിനനുസരിച്ചാണ് കാന്തിമാനം എഴുതി വെക്കുക. ബേയറുടെ ചാർട്ടിൽ ആദ്യം 1541 നക്ഷത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ സങ്കീർണമായ കാര്യം വന്നപ്പോൾ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ 1930കളിൽ ബെൽജിയം ജ്യോതിശാസ്ത്രജ്ഞൻ യൂജിൻ ജോസഫ് ഡെല്ലാപോർട്ടിനെ ഗണങ്ങളുടെ അതിര് നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തി. ഈ വലതുവശത്ത് കാണുന്നതാണ് യുറാനോമെട്രിയിലെ നക്ഷത്ര ചാർട്ട്. ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ഒറിയോൺ ഗണത്തിൻ്റെയാണ്. മൊത്തം ഖഗോളത്തെ 88 നക്ഷത്രഗണങ്ങളാക്കി അതിര് കെട്ടി നിശ്ചയിച്ചു. അതാണ് ഈ കാണുന്നത്. ആകാശത്തെ വേലി കെട്ടി തിരിച്ചു. ഇതാ ഉർസ മേജർ, ഡ്രാക്കോ, പിന്നെ ഇത് ഉർസ മൈനർ, ഇത് ഉർസ മേജർ, കാബിലോ പൊർദാലിസ്, ലിങ്ക്സ്, ഓറിഗ, പെർസിയസ് എന്നിങ്ങനെ. ഇത് ക്രാന്തിവൃത്തമാണിത്. ക്രാന്തിവൃത്തത്തിൻ്റെ താഴെയുള്ളത് ദക്ഷിണ ഖഗോളം, അതിന് മേലെയുള്ളത് ഉത്തര ഖഗോളം. ഈ 88 ഗണങ്ങൾ ഔദ്യോഗികമായ ഗണങ്ങളായി അംഗീകരിക്കപ്പെട്ടു. അതിന് മുമ്പുണ്ടായിരുന്ന 30 ഗണങ്ങളിലെങ്കിലും കാന്തിമാനത്തിൻ്റെ കാര്യത്തിൽ കൃത്യത പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല. ഉദാഹരണത്തിന് ഒറിയോൺ ഗണം, നേരത്തെ കാണിച്ച ഒറിയോൺ ഗണം, ആ ഗണത്തിൽ ബെറ്റൽജ്യൂസ്, തിരുവാതിര എന്ന നക്ഷത്രം, റിഗൽ ഒരേ കാന്തിമാനം 1.5, ആൽഫ എന്നും ബീറ്റ എന്നും കൊടുത്തു. 1.5 ആണെങ്കിൽ 2 പേര് വരാൻ പാടില്ലല്ലോ. പക്ഷേ നേരത്തെ പറഞ്ഞ സങ്കീർണതയനുസരിച്ച് ഒരാൾ ആൽഫ എന്ന് പറഞ്ഞു, വേറൊരാൾ ബീറ്റ എന്ന് പറഞ്ഞു. ബെറ്റൽജ്യൂസ് ഒരു ചരനക്ഷത്രമാണ്. അതിൻ്റെ കാരണമാണ് ഈ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ചരനക്ഷത്രത്തിൻ്റെ പ്രകാശം കൂടിയും കുറഞ്ഞും ഇരിക്കും. അത് തിരിച്ചറിയാതെയാണ് അതിന് നഗ്നനേത്രങ്ങൾ കൊണ്ട് 1.5 എന്ന് ഉള്ള കാന്തിമാനം കൊടുത്തത്. പിന്നീട് നോക്കുമ്പോൾ അതിൽ പ്രകാശം കുറയുന്നത് കണ്ടു. ചരനക്ഷത്രമാണ്. ബേയർ ഇവയെ വീണ്ടും ഗാമ എന്നും സീറ്റ എന്നും തരം താഴ്ത്തി. ഇങ്ങനെ വീണ്ടും വീണ്ടും കാന്തിമാനത്തിൽ തിരുത്തലുകൾ വരുത്തുന്നത് കാര്യം അതീവ സങ്കീർണമാക്കി. പിന്നീട് IAEA തീരുമാനമനുസരിച്ച് അതിരുകളിൽ, ഗണങ്ങളുടെ അതിരുകളിൽ ഉള്ള നക്ഷത്രങ്ങളുടെ കാന്തിമാനത്തിൽ തിരുത്തൽ പാടില്ല എന്ന് നിർദ്ദേശം വെക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന റിഗല, മേലെ കാണിച്ചിരിക്കുന്ന തിരുവാതിര, ബെറ്റൽജ്യൂസ്. ജനുവരി 2019 ചിത്രം, ഡിസംബർ 2019 ചിത്രം. എന്തുമാത്രം വ്യത്യാസം നോക്കൂ. ഇതിൻ്റെ കാന്തിമാനം കൂടുതലാണ്, പ്രകാശം കൂടുതലാണ്, ഇതിൻ്റെ കുറവ്. ചരനക്ഷത്രമായതുകൊണ്ട് പ്രകാശം കുറയുന്നു. ഈ കാലഘട്ടത്തിൽ ഗലീലിയോയുടെ സമകാലികൻ ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേര് സൈമൺ മാരിയസ്, 17-ാം നൂറ്റാണ്ടിലെ ആണ് ജീവിച്ചത്. അദ്ദേഹം, ഞാനിത് പറയുന്നത് തുടർച്ചയായ ഒരു 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 ക്രമീകരിക്കപ്പെട്ട ചരിത്ര എന്ന രീതിയിലാണ്. നമ്മൾ ഇതുവരെയും കാര്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഗലീലിയോ മുതൽ കെപ്ലർ വരെയാണ്. കെപ്ലർക്ക് ശേഷം നമ്മൾ ചരിത്രത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് ടെലിസ്കോപ്പുകൾ വന്നു. അതാണ് 3 ഭാഗത്ത് കൂടെ ടെലിസ്കോപ്പുകളെ പറ്റി വിശദീകരിച്ചത്. ഇപ്പോൾ നമ്മൾ വീണ്ടും ആ നിർത്തിയ ഇടത്തുനിന്ന് തുടങ്ങുകയാണ്. ഗലീലിയോ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അവയെ കണ്ടെത്തിയതായി ഈ സൈമൺ മാരിയസ് എന്ന മനുഷ്യൻ പറഞ്ഞു. അദ്ദേഹം അവകാശപ്പെട്ടു. ഈ അവകാശവാദം മാരിയസ് 1611 ഉന്നയിച്ചത്. പക്ഷേ ഗലീലിയോയുടെ പൊതുജനസമ്മതിയും പ്രശസ്തിയും കാരണം ഗലീലിയോ വ്യാഴത്തിനെ നിരീക്ഷിച്ചത് 1610 ഗലീലിയോക്കന്ന് ധാരാളം പ്രശസ്തി ഉണ്ടായിരുന്നു. ആ പ്രശസ്തിയുടെ കാരണം കൊണ്ട് ഗലീലിയോയുടെ ഈ മാരിയസിൻ്റെ അവകാശവാദത്തെ അംഗീകാരം കിട്ടാതെ പോയി.
ഗലീലിയോയുടെ മുമ്പിൽ അതൊരു സാഹിത്യ ചോരണമായി, പ്ലാഗരിസം. പക്ഷേ ഏറെ കഴിഞ്ഞ് 1903 ഇക്കാര്യം നെതർലാൻഡ്സ് വിശദമായി പരിശോധിച്ചു. മാരിയസിൻ്റെ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു. അതായത് ഗലീലിയോയ്ക്ക് മുമ്പ് തന്നെ മാരിയസ് ആകാശ നിരീക്ഷണം നടത്തി വ്യാഴത്തെയും അതിൻ്റെ ഉപഗ്രഹങ്ങളെയും കണ്ടിരുന്നു എന്നുള്ള കാര്യമാണ്, അതോർക്കണം. അക്കാര്യം 1907 പ്രസിദ്ധീകരിച്ചു. സൈമൺ മാരിയസിന് ജ്യോതിശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ ഉറച്ച പിൻബലമോ ഗണിതശാസ്ത്ര വിദ്യാഭ്യാസമോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വ്യാഴത്തിനെയോ ഉപഗ്രഹങ്ങളെയോ നിരീക്ഷിച്ചിരിക്കാം, കണ്ടിട്ടും ഉണ്ടായിരിക്കാം. അദ്ദേഹം ആശയപരമായി ടൈക്കോ ബ്രാഹെയുടെ പക്ഷക്കാരനായിരുന്നു. കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ടൈക്കോ ബ്രാഹെയുടെ അർദ്ധ സൗരകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തത്തിൻ്റെ വക്താവായിരുന്നു. മുകളിൽ കാണിച്ചത് ഗലീലിയോ വ്യാഴത്തിൻ്റെ 3 ഉപഗ്രഹങ്ങളാണ്. 1, 2, 3. ആദ്യത്തെ ദിവസം ഗലീലിയോ കണ്ടത് ഇങ്ങനെയായിരുന്നു. ആ ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിൻ്റെ മുമ്പ് കൂടെ കടന്നു പോകുന്നത്, കണ്ടില്ലേ? എന്നാൽ ഗലീലിയോ വ്യാഴത്തെ നിരീക്ഷിച്ചത് കോപ്പർനിക്കസൻ സിദ്ധാന്തത്തിൻ്റെ ശരിമ പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു. മാരിയസ് അങ്ങനെയൊന്നും ചെയ്തില്ല. മാരിയസിനെ പോലെ മറ്റു പലരും വ്യാഴത്തെയും ഉപഗ്രഹങ്ങളെയും ഗലീലിയോയ്ക്ക് മുമ്പ് കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അത്തരം നിരീക്ഷണം കൊണ്ട് ശാസ്ത്രത്തിന് എന്ത് നേട്ടമുണ്ടായി? ശാസ്ത്രത്തിന് നേട്ടമുണ്ടായത് ഗലീലിയോയുടെ നിരീക്ഷണമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? അതുവരെ ജനങ്ങളും ശാസ്ത്രജ്ഞന്മാരും വിശ്വസിച്ചിരുന്നത് ആകാശവസ്തുക്കൾ ചലിക്കുന്നില്ല എന്ന കാര്യമായിരുന്നു. അങ്ങനെയല്ല. ചലനം ഒരു വസ്തുവിന് മാത്രമല്ല, എല്ലാ വസ്തുക്കൾക്കും ആകാശത്തുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു ഗലീലിയോയുടെ നിരീക്ഷണത്തിൽ കൂടെ നമുക്ക് ലഭിച്ചത്. ഇതേ കാലയളവിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് വില്യബോർഡ് സ്റ്റെൻലിയസ്. ഇദ്ദേഹം വേറൊരു പേരിൽ അറിയപ്പെട്ടു, സ്നെൽ. നെതർലാൻഡ്സിലെ ലീഡനിൽ ജനിച്ച സ്നെൽ ലീഡൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ എറാത്തോസ്തനിസിൻ്റെ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നടത്തിയ ഏറ്റവും ലളിതമായ പരീക്ഷണം ഉണ്ടായിരുന്നല്ലോ. ആ പരീക്ഷണം നമ്മുടെ സ്നെൽ ത്രിഭുജനത്തിൽ കൂടെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു, ട്രയാങ്കുലേഷൻ. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ 1 ഡിഗ്രി അക്ഷാംശത്തിന് 107.37 കിലോമീറ്റർ എന്ന് കിട്ടി. അതായത് ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തര ഖഗോളത്തിലേക്കും ദക്ഷിണ ഖഗോളത്തിലേക്കും 90 അക്ഷാംശങ്ങളുണ്ടല്ലോ. ഈ 90 അക്ഷാംശങ്ങളിൽ ഒരു അക്ഷാംശത്തിനും രണ്ടാമത്തെ അക്ഷാംശത്തിനും ഇടയ്ക്കുള്ള ദൂരമാണ് ഈ 107.37 കിലോമീറ്റർ. ഈ കണക്കനുസരിച്ച് മൊത്തം 360 ഡിഗ്രിക്ക്, അതായത് മൊത്തം ഖഗോളത്തിന് അതിൻ്റെ ചുറ്റളവ് 38,653 കിലോമീറ്റർ ആയിരിക്കും എന്ന് സ്നെല്ലിയസ് കണക്കാക്കി. യഥാർത്ഥ ചുറ്റളവ് നമുക്കറിയാം 40,075 കിലോമീറ്റർ ആണല്ലോ. നെല്ലിയസിൻ്റെ അളവിൽ 3.5% കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നെല്ലിയസിൻ്റെ മറ്റൊരു സുപ്രധാനമായ കണ്ടെത്തൽ 1621 ആദ്യമായി ഒരു ലെൻസിൻ്റെ അപവർത്തന നിയമം, ലോസ് ഓഫ് റിഫ്രാക്ഷൻ, അദ്ദേഹം ഉണ്ടാക്കി. ആ നിയമത്തിന് സ്നെൽസ് നിയമം എന്ന് പറയുന്നു. അതായത് ലെൻസിൽ കൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് മറുവശത്തെത്തുമ്പോഴേക്കും ലെൻസിൻ്റെ നിർമ്മാണത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിനനുസരിച്ച് അപവർത്തനത്തിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ സൂചകം വ്യത്യാസപ്പെടും എന്ന് കണ്ടെത്തിയ ആ നിയമമാണ് സ്നെൽസ് നിയമം.
ബെൽജിയംകാരനായ ഒരു പാതിരിയും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു 17-ാം നൂറ്റാണ്ടിലെ ടോളമി എന്നറിയപ്പെട്ട ഗോഡ്ഫ്രോയ് വെൻഡലിൻ. 1591 ഒരു ചന്ദ്രഗ്രഹണം കാണാനിടയായതോടെയാണ് അദ്ദേഹം ജ്യോതിശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയത്. ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ അരിസ്റ്റാർക്കസിൻ്റെ രീതി ഉപയോഗിച്ച് സൂര്യനിലേക്കുള്ള ദൂരം ഗണിച്ചു അദ്ദേഹം ആദ്യമായിട്ട്. കിട്ടിയതോ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 243 ഇരട്ടി എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷെ നമുക്കറിയാം ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 384 ഇരട്ടിയാണ് സൂര്യനിലേക്കുള്ള ദൂരം. അതുകൊണ്ടാണല്ലോ ആ ദൂരവും രണ്ട് ഗോളങ്ങളുടെ വലിപ്പവും തമ്മിലുള്ള പ്രപ്പോർഷൻ അത് ഏതാണ്ട് 384-400 ഇരട്ടി ആയതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ വെൻഡലിന് കിട്ടിയത് വെറും 60%. അതായത് 384 പകരം 243. ആദ്യകാലത്തെ ശാസ്ത്രത്തിൻ്റെ രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ എത്ര പരീക്ഷണങ്ങൾ, എത്ര പ്രാവശ്യം തെറ്റുപറ്റി, ചുരുങ്ങിയ പ്രാവശ്യം ശരിയായി. അങ്ങനെയാണല്ലോ ശാസ്ത്രത്തിൻ്റെ കുതിച്ചുചാട്ടം ഉണ്ടായത്. നിരവധി പ്രാവശ്യം തെറ്റുപറ്റിയിട്ടാണ് ഒരു പ്രാവശ്യം അത് ശരിയാകുന്നത്. അതാണ് ശാസ്ത്രം. 1573-നും 1643-നും ഇടയ്ക്ക് വെൻഡലിൻ നടത്തിയ ചന്ദ്രഗ്രഹണ നിരീക്ഷണങ്ങളുടെ ക്രോഡീകരിച്ച രേഖ പ്രസിദ്ധീകരിച്ചു. വ്യാഴം ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾ കെപ്ലറുടെ 3-ാം നിയമം അനുസരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വെൻഡലിനായിരുന്നു. വെൻഡലിൻ്റെ ചിത്രമാണിത് ഇടതുവശത്ത്. 16-17 നൂറ്റാണ്ടുകളിൽ കത്തോലിക്ക വിഭാഗത്തിലെ ജസ്യൂട്ട് പുരോഹിതന്മാരിൽ നിരവധി പേർ ജ്യോതിശാസ്ത്ര പ്രവർത്തനങ്ങൾ വ്യാപൃതരായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു പുരോഹിതനാണ് ഗിയോവാനി ബാപ്റ്റിസ്റ്റ റിക്കിയോളി. അദ്ദേഹത്തിന് പൗരോഹിത്യത്തെക്കാൾ കൂടുതൽ ജ്യോതിശാസ്ത്രത്തിനായിരുന്നു ജീവിതം ഒഴിഞ്ഞുവെച്ചത്. ഇറ്റലിയിലെ ഫെറാറയിൽ ജനിച്ച റിക്കിയോളി ഫെറാറയിലും പിയോൻസയിലും മാനവിക വിഷയങ്ങൾ പഠിച്ചു. റിക്കിയോളിയുടെ ചിത്രമാണ് വലതുവശത്തത്. ഇതേ ജസ്യൂട്ട് പുരോഹിതന്മാരായിരുന്നു ചൈനയിലേക്ക് ജ്യോതിശാസ്ത്രത്തെ കൊണ്ടുപോയത്. റിക്കിയോളി പിന്നീട് ബൊളോണയിൽ ഒരു നിരീക്ഷണ നിലയം സ്ഥാപിച്ചു. അധ്യാപകനായി ജോലി നോക്കി. അക്കാലത്ത് ലഭ്യമായിരുന്ന എല്ലാ നല്ല ഉപകരണങ്ങളും, അതായത് അക്കാലത്ത് നല്ല ടെലിസ്കോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടെലിസ്കോപ്പ്, ക്വാഡ്രൻ്റ്, സെക്സ്റ്റൻ്റ് എന്നിവയെല്ലാം നിലയത്തിൽ അദ്ദേഹം സജ്ജമാക്കിയിരുന്നു. സഹായത്തിന് മറ്റൊരു പുരോഹിതൻ ഫ്രാൻസിസ്കോ മരിയ ഗ്രിമാൾഡി, യോനാസ് ഹവേലിയസ്, ക്രിസ്റ്റ്യൻ ഹൈജൻസ്, കൃഷ്ണർ തുടങ്ങിയവരുണ്ടായിരുന്നു. ഇവിടെ ഇടതുവശത്ത് റിക്കിയോളി വരച്ച ചിത്രമാണിത്, ശുക്രൻ്റെ ചിത്രം. ശുക്രന് ചന്ദ്രനെ പോലെ തന്നെ വൃദ്ധിക്ഷയങ്ങളുണ്ടെന്ന് കാണിക്കാൻ വരച്ചു വെച്ച ചിത്രങ്ങളാണിത്. 1651 റിക്കിയോളി രചിച്ച പ്രധാനപ്പെട്ട പുസ്തകം അൽമാജസ്റ്റ നോവ, അതായത് നവ അൽമാജസ്റ്റ്, പുതിയ അൽമാജസ്റ്റ് എന്ന ഗ്രന്ഥമായിരുന്നു അത്. 1500 പേജുകളും പട്ടികകളും ചാർട്ടുകളും ചിത്രങ്ങളും മറ്റും അടങ്ങുന്ന ബൃഹത്തായ ഒരു ജ്യോതിശാസ്ത്ര വിജ്ഞാന കോശമായിരുന്നു അത്. വാനനിരീക്ഷകനായ ജോൺ ഫ്ലംസ്റ്റീഡും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജെറോം ലെലാൻഡായും പലപ്പോഴും റെഫറൻസ് വേണ്ടി ഈ പുസ്തകമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഖഗോളം, ചലനം, ക്രാന്തിവൃത്തം, രാശിചക്രം, ഭൂമിയും ഗുരുത്വവും, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ പ്രതിഭാസങ്ങളെ ഈ വിജ്ഞാനകോശത്തിൽ വിശദമായി പരിശോധിക്കുന്നുണ്ട്. റിക്കിയോളിയും ഗ്രിമാൻഡിയും ചന്ദ്രനെ വിശദമായി പരിശോധിച്ചു. സ്വയം വരച്ചെടുത്ത ചിത്രങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ചന്ദ്രൻ്റെ ഭൂപടമുണ്ടാക്കി. അതിനവർ യോഹന്നാസ് ഹവേലിയസിൻ്റെയും മൈക്കൽ ലാൻഗ്രാൻ്റെയും
സഹായം തേടിയിരുന്നു. ജെറോം ലെലാൻഡയുടെ ചിത്രമാണ് ഈ കൊടുക്കാതിരിക്കുന്നത്. ചന്ദ്രൻ്റെ ഭൂതല പ്രത്യേകതകൾക്ക് എന്തൊക്കെയാണ് ഭൂതലത്തിലെ പ്രത്യേകതകൾ? ഗർത്തങ്ങളുണ്ട്, കുന്നുകളുണ്ട്, ചാലുകളുണ്ട്, പീഠഭൂമികളുണ്ട്. ഇവിടെ നോക്കാം, ഇടതുവശത്ത് കണ്ടാൽ വലിയ വലിയ പീഠഭൂമികൾ പോലെയുള്ള ആഴമുള്ള കിടങ്ങുകൾ ഇവിടെ 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 ഇവിടെ. അങ്ങനെ ആ കാലത്ത് ചന്ദ്രനിൽ നേരിട്ട് കണ്ട് രേഖപ്പെടുത്തിയ ഈ യഥാർത്ഥത്തിൽ സ്ഥല ഫീച്ചേഴ്സ് അത് മുഴുവൻ തന്നെ ആദ്യകാലത്ത് ഗലീലിയോ വിചാരിച്ചത് സമുദ്രങ്ങളായിരുന്നു എന്നാണ്. അവയ്ക്കൊക്കെ റിക്കോളിയായിരുന്നു പേര് കൊടുത്തത്. ഉദാഹരണത്തിന് മേർ സെറിൻറ്റാറ്റിസ് ഇതാണ്. അതിൻ്റെ അർത്ഥം പ്രശാന്തിയുടെ സമുദ്രം. അപ്പോളോ 11 ഇറങ്ങിയത് ഈ തടത്തിലായിരുന്നു. ഇവിടെ മേയർ സെറിൻറ്റാറ്റിസ്, മേയർ ട്രാങ്കുലിറ്റാറ്റിസ് പ്രശാന്തിയുടെ സമുദ്രം. ഇവിടെ മേയർ ഫ്രിഗോറിസ് പ്ലാറ്റോയുടെ പേരിലുള്ള ക്രേറ്റർ, മേയർ ഇംബ്രിയം കോപ്പർനിക്കസിൻ്റെ പേരിലുള്ള ക്രേറ്റർ. ഓരോ കുന്നിനും താഴ്വരയ്ക്കും ശാസ്ത്രജ്ഞരുടെയും തത്വചിന്തകരുടെയും പേര് കൊടുക്കാൻ തുടങ്ങിയത് റിക്കോളിയായിരുന്നു. പ്രധാന ഗർത്തങ്ങൾക്ക് കോപ്പർനിക്കസ്, ഗലീലിയോ, കെപ്ലർ, ടൈക്കോ ബ്രാഹെ തുടങ്ങിയ ബ്രൂണോ തുടങ്ങിയവരുടെ പേരെല്ലാം കൊടുത്തു. ടൈക്കോ ബ്രാഹെ ഇതാണ്, ഗലീലിയോ ആണ്, കോപ്പർനിക്കസ് ആണ്, കെപ്ലർ, ബ്രൂണോ. കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തത്തെ റിക്കോളി അനുകൂലിച്ചില്ല. ടെലിസ്കോപ്പുകളിലൂടെ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചതിന് തമ്മിൽ ബന്ധമുണ്ട്. നക്ഷത്രങ്ങളെക്കാലത്ത് ടെലിസ്കോപ്പിൽ കാണപ്പെട്ടത് ഒരു തളികയെ പോലെയായിരുന്നു. ഇതാ ഇവിടെ ഇടതുവശത്ത് കാണാം ചിത്രം, ഒരു തളികയെ പോലെ. പ്രകാശത്തിൻ്റെ വിഭംഗനം, ഡിഫ്രാക്ഷൻ മൂലമാണ് അങ്ങനെ കാണപ്പെട്ടത് എന്ന കാര്യം അക്കാലത്ത് അറിവില്ലായിരുന്നു. പിന്നീടാണല്ലോ ഡിഫ്രാക്ഷൻ കണ്ടുപിടിക്കപ്പെട്ടത്. അത്തരം ഈ കാഴ്ചയെ എയറി ഡിസ്ക് എന്ന് വിളിച്ചു. അതിനൊരു കാരണമുണ്ടായിരുന്നു. അന്നത്തെ റോയൽ ആസ്ട്രോണമർ ബ്രിട്ടനിലെ ജോർജ് ബിഡൽ എയറിയുടെ പേരിലാണ് അങ്ങനെ അറിയപ്പെട്ടത്. ഇതാണ് ജോർജ് ബിഡൽ എയറി. നക്ഷത്രങ്ങളുടെ തളികാരൂപത്തിലുള്ള ഈ കാഴ്ച അവയുടെ യഥാർത്ഥ രൂപമായി വ്യാഖ്യാനിക്കപ്പെട്ടു. റിക്കോളിയും ഗ്രിമാൾഡിയും ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പാരലാക്സ് അളക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. സൗരകേന്ദ്ര സിദ്ധാന്തത്തെ അനുകൂലിക്കാത്തതിനുള്ള ഒരു കാരണം ഇതായിരുന്നു: പാരലാക്സ് എടുക്കാൻ കഴിയില്ല. മറ്റൊരു കാരണം കെപ്ലറുടെ ഖഗോളയാന്ത്രികത്തിലെ ദീർഘവൃത്താകാര പഥമായിരുന്നു. ഇതിന് പിൽക്കാലത്ത് തെളിവുകൾ കിട്ടിയതോടെ ടൈക്കോയുടെ അർദ്ധ സൗര കേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തത്തിൽ റിക്കോളി കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. വ്യാഴം ഗ്രഹത്തിൻ്റെ വലിയ പൊട്ടാണിത്, ഈ ചിത്രം. റിക്കോളി കെപ്ലറുടെ ആശയത്തെ അനുകൂലിച്ചു. ഒരു പൂർണ്ണ സൗരകേന്ദ്ര സിദ്ധാന്തത്തിനോട് അദ്ദേഹം യോജിച്ചില്ല. 655 നോവ അൽ മജസ്റ്റിന് പുറമെ മറ്റൊരു സുപ്രധാന രചന കൂടി അദ്ദേഹം നിർവഹിച്ചു. അൽമജസ്റ്റ് നോവയുടെ പകുതി മാത്രം വലിപ്പം വരുന്ന പുതുക്കിയ ജ്യോതിശാസ്ത്രം എന്നർത്ഥം വരുന്ന റിഫോംഡ് ആസ്ട്രോണമി എന്ന ഗ്രന്ഥമായിരുന്നു അത്. ഉള്ളടക്കം അൽമജസ്റ്റ് മാതിരി തന്നെയാണെങ്കിലും കുറെ കൂടെ കൃത്യതയുണ്ടായിരുന്നു. ഭൂമിയെപ്പറ്റിയുമുള്ള അറിവുകൾ കുറെ കൂടെ കൃത്യതയുള്ളതായിരുന്നു ഈ പുസ്തകത്തിൽ. ശനിഗ്രഹത്തിൻ്റെ കാഴ്ചയിൽ വരുന്ന മാറ്റം, വ്യാഴത്തിൻ്റെ വലിയ പൊട്ടിനെ പറ്റിയുള്ള വിശദീകരണം, അതിൻ്റെ ഉപരിതല മേഘപാളികളിൽ വരുന്ന മാറ്റങ്ങൾ, ഭൂതലത്തിൽ വരുന്ന മാറ്റം, ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കൽ, കരയും സമുദ്രവും തമ്മിലുള്ള വിസ്തീർണത്തിൻ്റെ അനുപാതം, മെരീഡിയൻ ചാപത്തിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നു.